അടുത്തത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷൻ്റെ അഡീഷനാണ്. ഓക്കെ, എങ്ങനെ നമ്മൾ ഒരു ഭിന്നസംഖ്യ നമുക്ക് കൂട്ടാൻ പറ്റും, ഭിന്നസംഖ്യ പരസ്പരം നമ്മൾ എങ്ങനെയാണ് കൂട്ടുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് അത് ചെയ്യുന്ന രീതിയെ മനസ്സിലാക്കാൻ ഒരു ചിത്രത്തിലൂടെ നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, നിങ്ങൾ നോക്ക്, ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഒന്നാമത്തെ ഞാൻ നമ്പറുകൾ കൊടുക്കുന്നുണ്ട്, 1, 2, 3. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും കൂട്ടുന്നത് ആരെയാണ്? നമ്മൾ ഇവർ രണ്ടുപേരും കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടുമാണ് കൂട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഒരു ഒന്നാമത്തെ ഞാൻ നമ്പർ കൊടുത്ത 1 എന്നുള്ള വൃത്തത്തിൽ നിറം കൊടുത്തൊരു ഭാഗമുണ്ട്. ആ നിറം കൊടുത്ത ഭാഗത്തിൻ്റെ ഭിന്നം അല്ലെങ്കിൽ ഫ്രാക്ഷൻ എത്രയാണ് വരുന്നത് അല്ലേ? ടോട്ടൽ 1, 2, 3, 4, 5. അതിൽ ഒരു ഭാഗത്ത് മാത്രമാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? നിറം കൊടുത്തിട്ടുള്ളത്. ശരിയല്ലേ? അപ്പം 5-ൽ ഒരു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നിറം കൊടുത്തിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ ചിത്രത്തിലോ 5-ൽ 2 ഭാഗം ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? നിറം കൊടുത്തിട്ടുണ്ട്. 5-ൽ 2 ഭാഗം നിറം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ആദ്യത്തെ ചിത്രവും അതേപോലെ തന്നെ രണ്ടാമത്തെ ചിത്രവും നമ്മൾ പരസ്പരം നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഭാഗത്തും രണ്ടാമത്തെ ചിത്രത്തിൽ 2 ഭാഗത്തുമാണുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1, 2, 3 ഭാഗങ്ങൾ ടോട്ടൽ എന്തായി? ഒരു നിറം കൊടുത്ത ഭാഗങ്ങളായിട്ട് മാറി. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിവിടെ എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഉത്തരത്തിൽ 3 ഭാഗം നിറം കൊടുത്തതും 2 ഭാഗം നിറം കൊടുക്കാത്തതായിട്ട് മാറി. ഓക്കെ, അപ്പോൾ എന്തായി നമ്മളുടെ ഉത്തരം? 1/5 + 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/5. ആക്ച്വലി ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ കൂട്ടുന്നിടത്ത് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമുക്കൊരു കണക്കിൻ്റെ രൂപത്തിൽ നമുക്കൊരിക്കലും പരീക്ഷയിൽ ഇങ്ങനെ ചിത്രം വരച്ചിട്ട് ചോദിക്കുന്ന രീതിയല്ല, മറിച്ച് നമ്മളിതിനെ ഒരു പ്യുവർ മാത്തമാറ്റിക്സ് പോലെ അല്ലെങ്കിൽ ഒരു കണക്ക് ചെയ്യുന്ന രീതി പോലെ നമ്മൾ കൊണ്ടുവരുമ്പം അത് വേറെ രീതിയിലാണ് നമ്മളതിനെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതുകയാണ്. 1/3 + 2/4. ഇതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, അപ്പം ഇവിടെ ഈ 2 ഭിന്നസംഖ്യകൾ പരസ്പരം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? കൂട്ടാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഈ ഫ്രാക്ഷണൽ അഡീഷൻ്റെ അല്ലെങ്കിൽ ഭിന്നസംഖ്യ കൂട്ടുന്നതിൻ്റെ സ്റ്റെപ്സ് വളരെയധികം കൃത്യമായിട്ട് എല്ലാവരും ഓർത്തു വെക്കൽ നിർബന്ധമാണ്. ഓക്കെ, കാരണം ഏതൊരു ഫ്രാക്ഷൻ അഡീഷനും ചെയ്യുന്ന രീതി ഒരുപോലെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ 1നെ നമ്മൾ 4നെ കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. ഓക്കെ, 4നെ കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്? ഒരു ക്രോസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ക്രോസ് ചെയ്ത് ഗുണിക്കുന്നതിന് കൊണ്ട് ഇവിടെ നടക്കുന്ന പ്രോസസ്സാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഫ്രാക്ഷൻ്റെ അഡീഷനിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ 1 × 4 നമ്മൾ എഴുതി. ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടത്? ആ നടുവിലുള്ള പ്ലസ്, ഇതാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ്. ഇവിടെയുള്ള ചിഹ്നം എന്താണോ ആ ചിഹ്നം നമ്മൾ ഒരിക്കലും മറക്കരുത്. ആ ചിഹ്നത്തിന് നമ്മൾ അതുപോലെ ഇട്ട് കൊടുത്തു. ഇനി എന്താ അടുത്ത് ചെയ്യേണ്ടത്? നമ്മൾ 2നെ 3നെ കൊണ്ട് ഇതേപോലെ വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. 2 × 3. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? യെസ്, നമുക്ക് നോക്കാം. ഇവിടെയുള്ള ഈ 3നെ നമ്മൾ 4നെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഗുണിക്കുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ 2 പേർക്കും എന്തുണ്ട്? ബൈ ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ബൈ ഉണ്ട്. ഞാൻ ചുവപ്പിനെ കൊണ്ട് വരച്ച് കാണിച്ചു തരാം. ബൈ ഉണ്ട്, ഇവിടെ ഒരു ബൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2 പേർക്കും ബൈ ഉള്ളത് കൊണ്ട് നമ്മൾ 2 പേർക്കും കോമൺ ആയിട്ടൊരു ബൈ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 3നെ 4നെ കൊണ്ട് ഗുണിക്കുകയാണ്. 3 × 4. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ശരിക്കും ക്ലിയർ ആക്കണം നിങ്ങൾ പോയിൻ്റ്. അതായത് നമ്മൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്തത് ഇവിടെ 1 × 4 നമ്മൾ ചെയ്തു. 1 × 4 ആരാണ്? ഇവരുടെ കണക്കാണ് നമ്മൾ ഈ 1 × 4 എന്ന് പറഞ്ഞത് ക്രോസ് ആയിട്ട് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തതോ 2 × 3. 2 × 3 ആരതാണ്? ഇവരെ നമ്മൾ ക്രോസ് ആയിട്ട് ചെയ്തതാണ്. പിന്നെ അവസാനമുള്ള ആരാണ്? 3 × 4 ആണ്. 3 × 4 ആരതാണ്? താഴെയുള്ള സംഖ്യകളെ നമുക്ക് നേരിട്ട് ഗുണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്ത് നോക്കാം. 1 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 4 ആണ്. പ്ലസ് 2 × 3 6 ബൈ 3 × 4 12. ഓക്കെ, അപ്പോൾ 4 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്കറിയാം
10 കിട്ടും. 10/12. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രാക്ഷന് നമ്മൾ കൂട്ടുന്ന രീതി ഈ രീതിയിലാണ്. നമ്മൾ പ്രധാനമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലത്തെ മറ്റൊരു ചോദ്യം ചെയ്ത് നോക്കാം. എന്താണ് നമുക്ക് ആൻസർ കിട്ടുന്നത് നോക്കാം. 2/8 + 3/4 ഇതാണ് നമ്മളെ ചോദ്യം. സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, 2നെ 4നെ കൊണ്ട് ഗുണിക്കുന്നു, ക്രോസ് ആയിട്ട് ഗുണിക്കുന്നു. 2 × 4. ഓക്കെ, നടുവിലുള്ള ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് ആ പ്ലസ്സിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. പിന്നെ 3നെ നമ്മൾ 8നെ കൊണ്ട് ഗുണിക്കുന്നു. 3 × 8. പിന്നെ നമ്മൾ ചെയ്യുന്നത്, 2 പേർക്കും കൂടെ ബൈ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു ഒറ്റ ബൈ കോമൺ ആയിട്ട് വരച്ചു കൊടുക്കുന്നു. പിന്നെ അടുത്തെന്താ നമ്മൾ ചെയ്യേണ്ടത്, 8നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 4നെ കൊണ്ട് ഗുണിച്ചു കൊടുക്കുന്നു. 8 × 4. ഓക്കെ, 8 × 4 അതും ചെയ്തു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, 2 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 പ്ലസ് 3 × 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24. 8 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, 8 + 24. 8 + 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32. 32/32. ഓക്കെ, 32/32. 32ൽ 32 എത്ര തവണ പോകും നമുക്കറിയാം, ഒരു തവണയും പോകുള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഇവിടെ നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഒരു സംഖ്യ അതേ സംഖ്യനെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? സംഖ്യനെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കും വരിക? യെസ്, കഴിഞ്ഞാൽ ഉത്തരം 1 ആയിരിക്കും. ഓക്കെ, ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു സംഖ്യ അതേ സംഖ്യനെ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും കിട്ടുക? 1 ആയിരിക്കും കിട്ടുക. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയ ഉത്തരവും അതുപോലെ തന്നെയാണ്. 32ൽ 32 ഒരു തവണയേ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ്. ഇനി നമ്മൾ അടുത്തത് മറ്റൊരു പ്രത്യേകത, ഇപ്പം നമ്മൾ പഠിച്ച ഈ ഒരു കാര്യത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അംശവും ഛേദമൊക്കെ വ്യത്യാസപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. സെയിം ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ സെയിം ഒരേ ഛേദം വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നിടത്ത് ഒരു ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അതായത് ചോദ്യം നമുക്ക് ഒന്നുകൂടി എളുപ്പമായിട്ട് മാറും. എന്താണെന്ന് വെച്ചാൽ 2/5 + 4/5 ഇങ്ങനൊരു ചോദ്യമാണ് തന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഛേദം അടിയിലെ സംഖ്യ 2 പേർക്കും സെയിം ആണ്. ഓക്കെ, അടിയിലെ സംഖ്യ 2 പേർക്കും തുല്യമായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബൈ ഇട്ടിട്ട് താഴെ 5ന് അതുപോലെ നമ്മൾ എഴുതുക. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? മുകളിലുള്ള ആളുകളെ നേരെ കൂട്ടുക. 2 + 4. 2 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 + 4 8 കിട്ടും. 8/5. ഓക്കെ, 8/5 മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു രീതി ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. കാരണം നമുക്ക് ഇത് നോർമലായിട്ട് ഇപ്പം നമ്മൾ ഛേദം ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പം നമ്മൾ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന രീതി ക്രോസ് മൾട്ടിപ്പിൾ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉത്തരം കിട്ടും നോക്കാം. 2 × 5 + 4 × 5/5 × 5. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. 2 × 5 10 + 4 × 5 20. ഓക്കെ, 5 × 5 25. ഓക്കെ, സോറി, നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട്. 2 + 4 8 അല്ല 6 ആണ് കേട്ടോ. ഓക്കെ, 6/5. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. 10 + 20 പറഞ്ഞാൽ 30 30/25. ഓക്കെ, 30/25 എന്നുള്ള ആൻസർ കിട്ടി. ഇവിടെയുള്ള ഈ 30നെ നിങ്ങൾ നോക്കുക. ഈ 30നും 25നും ഒരു ബന്ധമുണ്ട്. കാരണം രണ്ടും ഒരാളുടെ മൾട്ടിപ്ലിക്കേഷനാണ്. ആരുടെ മൾട്ടിപ്ലിക്കേഷനാണ്? 5ൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. കാരണം 30ൽ 5 6 തവണ പോവും, 25ൽ 5 തവണ പോവും. ഓക്കെ, അപ്പോൾ 6/5 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഈ 30/25 എന്നുള്ളതും 6/25 എന്നുള്ളതും ഒരേ ആൻസറുകളാണ്, ഒരേ ലെവലിലുള്ള ആൻസറുകളാണ്. കാരണം ഒന്ന് അതിൻ്റെ ചുരുക്കിയ രൂപമാണ്. ഇപ്പോൾ നമ്മളുടെയൊക്കെ പേര്, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്കൂളിൻ്റെയൊക്കെ പേരുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ പേരായിരിക്കും. പക്ഷേ അതിനെ ചുരുക്കിയിട്ട് എന്തെങ്കിലും ഒരു പേരിലൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. GUPS എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക.
ഓക്കെ, കാരണം അതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പേരായിരിക്കും. അപ്പം ഒരു ഫുൾ ഫോമിന് നമ്മൾ ചെറിയ പേരാക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യം മാറിപ്പോകുന്നില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ 30/25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുരുക്കിയ രൂപമാണ് 6/5. ഓക്കെ, അപ്പം ഈ രണ്ട് ഉത്തരം സെയിമാണ്. അപ്പം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഛേദം സെയിമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കിട്ടുന്ന ഉത്തരം തീർച്ചയായിട്ടും ആ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഉത്തരത്തിൻ്റെ ഒരു സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള വളരെ ചുരുക്കിയ ഏറ്റവും ചെറിയ രൂപമായിരിക്കും. ഓക്കെ, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ.